ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എൻ്റെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളുടെ രേഷ്മ. ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നതിൻ്റെ വ്ലോഗ് ചെയ്യുന്നതിൻ്റെ പ്രധാന കാരണം എന്ന് പറഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഞാൻ പോയി പുഷ്പ 2 കണ്ടിരുന്നു. പുഷ്പ 2 കണ്ടതിൽ വെച്ചിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാനും അതിൻ്റെ കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഞാൻ വന്നിരിക്കുന്നത്. ഓക്കെ, ഞാൻ ആ സിനിമ കണ്ടതിൽ വെച്ച് എനിക്ക് വളരെയധികം ഇഷ്ടമായത് വൺ ടൈം വാച്ചിങ്ങിന് എല്ലാവർക്കും കാണാൻ പറ്റും. ആ ഒരു മൈൻഡോട് കൂടി എല്ലാവരും പോയി ആ സിനിമ കാണാവുള്ളൂ. പിന്നെ ഈ പല യൂട്യൂബ് ബ്ലോഗേഴ്സും പിന്നെ ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കുറെ കണ്ടിരുന്നു. അപ്പൊ ഇതിന്റെ കുറെ റിവ്യൂസും കാര്യങ്ങളും ഞാൻ കണ്ടിരുന്നു. അപ്പൊ അതെല്ലാം കണ്ടതിൽ വെച്ച് ആ ഒരു മൈൻഡിൽ വെച്ചിട്ടാണ് ഞാൻ പോയി ആ സിനിമ കണ്ടത്. സിനിമ കണ്ടപ്പോൾ എനിക്ക് ടോട്ടലി ഡിഫറെന്റ് ആയിട്ടാ ഈ പറഞ്ഞ കാര്യങ്ങളും ഒക്കെ എനിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഡിസ്മാച്ച് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് എന്താ പറയാ, പിന്നെ ഈ സിനിമ അങ്ങോട്ട് തകർക്കാൻ പോകുന്ന പോലെ എനിക്ക് ഫീലായി. കാരണം അങ്ങനെയൊക്കെ ഒരു എന്താ അറ്റാക്ക് ചെയ്യുന്ന പോലെയാണ് പല ആൾക്കാരും ഇതിനെപ്പറ്റി റിവ്യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പൊ എനിക്ക് അത് കണ്ടപ്പോ ഒരു വിഷമം തോന്നി. ഇത് സിനിമയാണ്, പല രീതിയിലും പല മാനിപ്പുലേഷനും പല ഇത് ക്യാരക്ടേഴ്സ് ഡിഫറൻസും പല രീതിയിലെ സ്റ്റോറി ഡിഫറൻസും ഒക്കെ ഉണ്ടാകാം. ഓക്കെ, ഇതിനെ ആ ഒരു മൈൻഡിൽ വെച്ചിട്ട് പോയി എല്ലാവരും സിനിമ കാണാൻ പാടുള്ളൂ. ഓക്കെ, പിന്നെ എന്താന്ന് വെച്ചാൽ ഞാൻ ഈ സിനിമ കണ്ടതിൽ പാട്ടുകൾ നന്നായിട്ടുണ്ട്. പാട്ടുകളിൽ എനിക്ക് വന്നല്ലോ ഫീലിങ്സ് എന്ന് പറയുന്ന ആ പാട്ട് എനിക്ക് ഭയങ്കരധികം ഇഷ്ടമായി. അല്ലു അർജുനും രശ്മിക മന്ദനയും ചെയ്ത അത് നല്ലൊരു ഫീലിങ്സ് ആണ് ആ പാട്ട്. പിന്നെ ക്യാമറ വർക്കും കാര്യങ്ങളും എല്ലാം ഫുൾ മൈന്യൂട്ട് പോയിന്റ്സ് വരെ അവര് ക്യാച്ച് ചെയ്തിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞാൽ പിന്നെ അതിൻ്റെ ക്യാരക്ടർ, പിന്നെ അതിലെ ഡയലോഗ് എന്ന് വെച്ചാൽ അല്ലു അർജുന്റെ ഡയലോഗ് പ്രസന്റേഷൻ, വാവ്, അതെനിക്ക് ഒരുപാട് ഫീലിംഗ്. കാരണം പുഷ്പ എന്നാൽ എന്താ പറയാ, ഫ്ലവർ അല്ലടാ, പുഷ്പ എന്നാൽ വൈൽഡ് ഫയർ ആടാ എന്ന് പറയുന്ന ആ ഒരു എന്താ ഫഹദ് ഫാസിലിനോട് പറയുന്നത്. പിന്നെ ഫഹദ് ഫാസിലിന്റെ ക്യാരക്ടർ അതും എടുത്തു പറയേണ്ടിയിരിക്കുന്നു. ഫഹദ് ഫാസിൽ എന്ന് പറയുന്ന വ്യക്തി അതിനകത്ത് ജീവിക്കുക എന്ന് വെച്ചാൽ ആ ഒരു ക്യാരക്ടർ ജീവിക്കുമായിരുന്നു. എന്താ പറയാ, അതേപോലെയാണ് പുള്ളിയുടെ പ്രകടനവും കാര്യങ്ങളും. പിന്നെ എന്താ പറയാ, പിന്നെ പല ആൾക്കാരും പല നെഗറ്റീവായിട്ട് പറയുന്നുണ്ട്. നെഗറ്റീവായിട്ട് പറയുന്നത് മീൻസ് എന്താ, രശ്മിക മന്ദനയുടെ ക്യാരക്ടറിനെ പറ്റി പലരും മോശമായിട്ട് സംസാരിക്കുന്ന ഞാൻ കേട്ടിട്ടുണ്ട്. എന്താ പറയാ, വേറെ ഞാനൊരു യൂട്യൂബ് ബ്ലോഗിൽ നിന്ന് ഞാൻ കേട്ട ഒരു വേർഡാണ് അത്. ഞാൻ പറയുന്നത് ശരിയല്ല എങ്കിലും ഞാൻ പറയുവാണ്. കുന്നുമ്മൽ ശാന്ത അങ്ങനെ ഒരു ക്യാരക്ടർ പോലെയൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്തു. പക്ഷെ ഇതൊരു സിനിമയാണ്. അപ്പൊ പല രീതിയിലും പല ക്യാരക്ടറുകളും ഇതാരും മൈൻഡിൽ പല രീതിയിലും പല ക്യാരക്ടറുകൾ നമുക്ക് മാറിക്കൊണ്ടേയിരിക്കും. അപ്പൊ ആ ഒരു രീതി വെച്ചിട്ട് അഭിനയിക്കാൻ ഹെൽപ്പുള്ള ആർട്ടിസ്റ്റ് ആണ് രശ്മിക മന്ദന. എന്താ പറയാ, പിന്നെ നാഷണൽ ക്രഷ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും എന്താ പറയാ അതിനെ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ട് നാഷണൽ ക്രഷ് ആണോ വെച്ചാൽ നാഷണൽ ക്രഷ് തന്നെയാണ് രശ്മിക മന്ദന. പിന്നെ എന്താ പറയാ, അതിനെ നാഷണൽ ക്രഷ് എന്ന് പറയുന്നത് അധിക്ഷേപിക്കാനും കുറെ ആൾക്കാർ ശ്രമിക്കുന്നുണ്ട്. ഓക്കെ, അതിനും അതൊക്കെ വെച്ച് നോക്കുമ്പോ എന്തിനാണ് അങ്ങനെയൊക്കെ ചെയ്യുന്നത്? എനിക്ക് ഇത് ഇങ്ങനെ കേട്ടപ്പോ എന്തൊരു ഫീല് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാനിപ്പോ പറഞ്ഞാണ്. എന്താ പറയാ, ഇത് സിനിമയാണ്, അപ്പൊ ആ ഒരു മൈൻഡിൽ പോയിട്ട് എല്ലാരും കാണുക. ഓക്കെ, പിന്നെ എന്താന്ന് പറഞ്ഞാൽ പിന്നെ പണ്ടത്തെ പണ്ടത്തെ അല്ലു അർജുന്റെ സിനിമകൾ, അത് പണ്ടത്തെ അല്ലു അർജുന്റെ സിനിമകളിൽ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം ഹാപ്പിയും ആര്യ 1 എന്ന് പറയുന്ന സിനിമയും പിന്നെ ഏതാ പറയാ ബണ്ണി എന്ന് പറയുന്ന മൂവിയാണ് എനിക്കിഷ്ടം, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള മൂവികൾ. പിന്നെ ആ ഒരു മൂവി വെച്ചിട്ട് ഈ മൂവി പോയി ആരും കാണരുത്. കാരണം അത് ഡിഫറെന്റ് ആണ്, ഇതും ഡിഫറെന്റ് ആണ്. അത് ഒരു കോളേജ്, ഓഫീസ്, അങ്ങനെ അങ്ങ് സ്കൂളല്ല, സോറി തെറ്റിപ്പോയി, അങ്ങനെ ഒരു സംഭവത്തിലാണ് ആ ഒരു സിനിമകൾ വരുന്നിരിക്കുന്നത്. ആ ഒരു എന്താ പറയാ ഫൈറ്റും കാര്യങ്ങളും ആ ഒരു മാസ് പ്രകടനവും ഒക്കെ ആ ഒരു കോളേജ് ക്യാമ്പസ്, അതൊക്കെ ആ ഒരു രീതിയിൽ അങ്ങനെ നമുക്കത് കാണാൻ പറ്റുള്ളൂ. പക്ഷെ ഇതെന്ന് പറയുമ്പോൾ ഒരു എന്താ പറയാ, താഴക്കണി കിടക്കുന്ന ഒരു വ്യക്തി, താഴക്കണി എന്ന് വെച്ചാൽ നമ്മൾ ഒരു പുവർ ഫാമിലി, ആ ഒരു എന്താ പറയാ കൂലിപ്പണി എടുത്ത് വീട് നോക്കുന്ന ഒരു വ്യക്തി. അപ്പോൾ ആ വ്യക്തിയിൽ നിന്ന് ഉണ്ടാകുന്ന ഉന്നതങ്ങളാണ് ആ വ്യക്തി പോകുന്ന ഉന്നതങ്ങളാണ്. അപ്പൊ അതിനെ അതിനെയാണ് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. കാരണം ഇത് പിന്നെ ഈ കള്ളക്കടത്ത് കാര്യങ്ങൾ എന്താ പറയാ, അത് വലിയ തെറ്റാണോ എന്ന് വെച്ചാൽ തെറ്റാണ്. പക്ഷെ
ഇതിനൊക്കെ ഒരു ലിമിറ്റേഷൻ ഉണ്ട് ഇതൊക്കെ ചെയ്യുന്നതിന്. അപ്പൊ ഇത് പല രീതിയിലും ക്രിയേറ്റ് ചെയ്ത് ഇങ്ങനെയും നമുക്ക് കള്ളക്കടത്ത് നടത്താം, ഇങ്ങനെ സ്മഗ്ലിംഗ് നടത്താം. എന്താ പറയാ, ഡയറക്ടറിന്റെ കഴിവ് നോക്കിയോണം. പുതിയ പുതിയ ക്രിയേഷൻ ആണ്, ആ ഒരു പുതിയ പുതിയ ഐഡിയാസ് ആണ് അവര് ആ മൂവിയിൽ കൊണ്ടുവരാൻ ശ്രമിച്ചു. ഓക്കെ, അതിനെ അവർക്ക് ആ ഒരു മൂവിയിൽ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടമായി. പുതിയ പുതിയ ക്രിയേഷനും ഐഡിയാസും എല്ലാം അവർ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിലെ ഡയലോഗ് അതൊക്കെ വളരെയധികം നല്ലതായിട്ടുണ്ട്. എനിക്ക് പ്രസന്റേഷനും കാര്യങ്ങളും ഒരുപാട് ഇഷ്ടമായിട്ടുണ്ട്. പിന്നെ ഈ സിനിമയെ കുറിച്ച് എനിക്ക് എല്ലാവരും മോശമായിട്ട് ഇങ്ങനെ പറയുമ്പോൾ എന്താ പറയുക, ഈ സിനിമയെ അറ്റാക്ക് ചെയ്യുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്തിരിക്കുന്നു. അപ്പോൾ എല്ലാവരും എന്താ വൺ ടൈം വാച്ച് എന്നുള്ള രീതിയിൽ പോയി കണ്ടാൽ മാത്രം മതി ഈ സിനിമ. കാരണം ഒരു എന്റർടൈൻമെന്റിന് വേണ്ടിയിട്ട് അത്രയും എനിക്ക് പറയാനുള്ളൂ. പക്ഷെ നല്ലതാണോ ചോദിച്ചാൽ നല്ലതാണ്. എന്താ പറയാ, നമുക്ക് 3 മണിക്കൂർ നമുക്ക് മാക്സിമം എൻജോയ് ചെയ്യാൻ പറ്റും ഇതിൻ്റെ അകത്ത്. എനിക്ക് അത്രയും നിങ്ങളുടെ അടുത്ത് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, എല്ലാ സിനിമകളും എന്താ പറയാ, എന്താ പറയാ 4ഉം 5ഉം പ്രാവശ്യം ഒന്നും ആരും കാണാൻ പോകുന്നില്ല. എന്താ പറയാ, വല്ലപ്പോഴും ഏതെങ്കിലും ഒരു ചില സമയങ്ങളിൽ കണ്ടെന്നായി, കണ്ടില്ലെന്നായി, അങ്ങനെയാണ്. എന്തായാലും എല്ലാവർക്കും എന്താ ഇഷ്ടപ്പെടുന്നതാണ് ഞാനും പറയുന്നു. കാരണം എനിക്കും ഇഷ്ടമായി. പിന്നെ അടുത്ത വീഡിയോ ആയിട്ട് കാണും വരെ എല്ലാവർക്കും സന്ധിക്കും വരെ വണക്കം. ഓക്കെ, പിന്നെ എൻ്റെ ചാനലിന്റെ പേര് അറിയാമല്ലോ, വേൾഡ് റഷ് എന്നാണ്. ആ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. ബെല്ലൈക്കനും കൂടെ ഞെക്കണേ. പുതിയ പുതിയ നോട്ടിഫിക്കേഷനും കാര്യങ്ങളും വരാൻ വേണ്ടിയിട്ടാണ് ബെല്ലൈക്കനും കൂടെ ഞെക്കണമെന്ന് പറഞ്ഞ്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് കാണും വരെ സന്ധിക്കും വരെ വണക്കം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. ബൈ.